Hi, hello, and welcome to IAS Factors Hindu Newspaper Analysis. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 14th പ്രധാനപ്പെട്ട വാർത്തകളാണ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള വാർത്തകളാണ്. സോ ബിഫോർ വി ഗോ ഓൺ ടു ദ ഡിസ്കഷൻ, ഇന്ന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് വാർത്തകളുണ്ട്. ആസ് യൂഷ്വൽ ഇന്ന് കുറച്ച് നമ്മൾ ആസ് യൂഷ്വൽ കാണുന്ന പോലെ ഒരുപാട് ഓവർലോഡ് ഓഫ് വാർത്തകളില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് നോർമൽ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഐ തിങ്ക് ഐ സ്റ്റാർട്ട് ഓഫ് വിത്ത് ബിസിനസ് പേജ്. ബിസിനസ് പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് നമ്മൾ അവസാനത്തേക്ക് പഠിക്കുമ്പോഴേക്കും നിങ്ങളെ ഫോക്കസ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമേ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ ഐ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ബിസിനസ് പേജ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ് കോൺസെപ്റ്റ് കോൾഡ് ദ സ്വിഷ് ഷോക്ക്. The EFTA members lobs back India's MFN tax volume. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് MFN എന്താണ്, ഇതിനകത്ത് പറയുന്നത് എന്താണ് MFN, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് MFN, അതേപോലെ എന്താണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഓർ DTAA. ഈ കോൺസെപ്റ്റുകളെല്ലാം എന്താണ് എന്നുള്ള ഒരു വാർത്തയും കൂടെ നമുക്ക് നോക്കാം. സോ ഇതില് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഈ DTAA എന്താണെന്ന് മനസ്സിലാക്കാം. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന സാധനം നമുക്ക് എന്താണ് മനസ്സിലാക്കാം എക്കണോമിക്സിൽ. ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നത് US-ലാണ് എന്ന് വിചാരിക്കാം. ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോമോ അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോലി ചെയ്യാമല്ലോ. USA-ലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഇന്ത്യയിൽ താമസിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുമല്ലോ. ഡെഫിനറ്റ്ലി ഈ ശമ്പളം വരുന്നത് ഡോളറിലാണ് നമുക്ക് വരുന്നത്. ഈ ശമ്പളം നമുക്ക് ഡോളറിലാണെന്ന് വിചാരിക്കാം. ഡോളറിലാണ് നമുക്ക് ശമ്പളം വരുന്നത്. സോ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ശമ്പളം കിട്ടുന്നത്. നമ്മൾ ആ പൈസ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്, ഇന്ത്യയിലാണ്. ആ ഡോളർ ഇവിടെ വരുമ്പോൾ റുപ്പി ആയിട്ട് കൺവേർട്ട് ആവും. ഡോളർ ഇവിടെ വരുന്ന സമയത്ത് റുപ്പി ആയിട്ട് കൺവേർട്ട് ആവും. സോ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ട് USA-ന് നമുക്ക് ശമ്പളം കിട്ടും, നമ്മൾ അത് ഇവിടെ ചെലവാക്കും. അപ്പോൾ ഇവിടെ പ്രധാന പ്രശ്നം എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഇതെങ്ങനെ ടാക്സ് ചെയ്യും, എങ്ങനെയാണ് ഇതിന്റെ ടാക്സിന്റെ കോൺസെപ്റ്റ് ഉള്ളത്. USA-ൽ നിന്ന് ജോലി കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി USA-ലും ടാക്സ് വെക്കും. ഈ പൈസ USA-ലും ടാക്സ് ചെയ്യും. ഇന്ത്യയിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻകം ടാക്സും കൊടുക്കണം, ഇവിടെയും ടാക്സ് ചെയ്യും. അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ ഈ 2 ലക്ഷം രൂപ ഈ ഡോളർ ആയിട്ട് വരുമ്പോൾ US-ന്നും ടാക്സ് ചെയ്യും, ഇന്ത്യയിൽ നിന്നും ടാക്സ് ചെയ്യും. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് 2 പ്രാവശ്യം ഡബിൾ ടാക്സ് കിട്ടുന്നുണ്ട്. സോ ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. നിങ്ങൾ ഇത് തെറ്റാണ് ചെയ്തത്. നിങ്ങൾ ഇവിടെ ജോലി ചെയ്തു, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു, അമേരിക്കയും ടാക്സ് ചെയ്യുന്നു, ഇന്ത്യയും ടാക്സ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. കാര്യം മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഇപ്പൊ ഇന്ത്യയും US-ഉം തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഒബ്വിയസ് ആയിട്ട് ഇന്ത്യയും US-ഉം തമ്മിൽ ഒരു ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് വെക്കും. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഉണ്ട്. ഈ DTAA ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് US-ന്ന് ഡോളറിൽ ശമ്പളം വരുന്നു, നിങ്ങളത് ഇവിടെ ചെലവാക്കുമ്പോൾ ഇന്ത്യ ഈ ടാക്സ് അനുസരിച്ചിട്ട് ഗവൺമെന്റ് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റിൽ എത്തും. ഈ ടാക്സ് എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായി ഷെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തും. ഇത് ഇന്ത്യയും US-ഉം തമ്മിൽ India-US എഗ്രിമെന്റ് ആണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രാജ്യത്തില് അപ്പൊ ഇനി നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിന്റെ കഥയിലേക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇന്ത്യ പല രാജ്യങ്ങളും തമ്മിൽ DTAA വെക്കുന്നുണ്ട്. മിക്കവാറും എല്ലായിടത്തും പല രാജ്യങ്ങളും ഓരോ സ്ഥലത്ത് ഇന്ത്യക്ക് അതേപോലത്തെ ട്രീറ്റുകൾ ഉണ്ടാകും. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇനി അടുത്തത് MFN. പല രാജ്യങ്ങളും മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നാണ് ഇതിന്റെ അർത്ഥം. പെട്ടെന്ന് നിങ്ങൾ ഇതൊന്നും എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. വെറുതെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ആവില്ല. അപ്പൊ എന്താണ് ഈ മോസ്റ്റ് ഫേവേർഡ് നേഷൻ അഥവാ MFN എന്ന് പറയുന്നത്? നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നോക്കാം, പിന്നെ നമുക്ക് എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. ഇന്ത്യയും ജപ്പാനും വളരെ നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളാണ് എന്ന് വിചാരിക്കുക. ആണ്, ഒബ്വിയസ്ലി നല്ല ബന്ധമുണ്ട്. ഈ അടുത്ത് ചെറുതായിട്ടൊന്നും ക്വാഡിന്റെ കാര്യത്തിലൊന്നും തെറ്റിയെന്നേ ഉള്ളൂ. ഇന്ത്യ ഡിസേർവിംഗ് അല്ലാന്ന് ജപ്പാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ബന്ധമുണ്ട്, ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സോ ഇന്ത്യ ജപ്പാനെ MFN ആയിട്ടാണ് കണക്കാക്കുന്നത്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന കാറ്റഗറിയിലാണ് ഇന്ത്യ ജപ്പാനെ നിർത്തിയിട്ടുള്ളത്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ.
മറ്റ് രാജ്യങ്ങളെക്കാട്ടും ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്ന ഒരു രാജ്യമാണ് MFN. ഇത് നമുക്ക് ലോക്ക് ചെയ്യാം. ഇന്ത്യയും ജപ്പാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇന്ത്യ ജപ്പാനിനെ MFN ആയിട്ടാണ് കാണുന്നത്. അത് നമുക്ക് ലോക്ക് ചെയ്യാം. ഇപ്പുറത്തെ സൈഡില് ജർമ്മനി ആയിട്ടും നമ്മൾ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകൾ, ജർമ്മൻ കാറുകളെല്ലാം ഭയങ്കര പോപ്പുലർ ആണല്ലോ. നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കാറില് ചെറിയൊരു ഡിസ്കൗണ്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ സാധാരണ നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളാണ് ജർമ്മനിക്ക് കൊടുത്തത്. അപ്പോ MFN സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. MFN മോസ്റ്റ് ഫേവേർഡ് നേഷൻ, MFN സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജർമ്മനിക്ക് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഈ ഡിസ്കൗണ്ട് ജപ്പാനും കൊടുക്കണം. അതാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ജർമ്മനിക്ക് പകരം നമ്മൾ തുർക്കി എന്ന രാജ്യത്തിന് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്താൽ ആ ഡിസ്കൗണ്ട് നമ്മൾ ജപ്പാനും കൊടുക്കണം. കാരണം നമ്മുടെ MFN മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആയിട്ടുള്ള രാജ്യം അത് ഓട്ടോമാറ്റിക് ആണ്. സോ whenever there is a special discount, if the special discount is handed over or given to another country, the same discount shall apply to the most favored country because it is an automatic route. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ത് കൊടുത്താലും ഇവിടെയും കൊടുക്കണം. ഇതാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ. അതായത് അവർ ഇതിനകത്ത് നിന്ന് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഇവർക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ജപ്പാന് കിട്ടുന്നതിനെക്കാട്ടും കുറവ് ജർമ്മനിക്ക് കിട്ടിയ ജപ്പാന് കുഴപ്പമില്ല. പക്ഷെ വേറെ ഏതെങ്കിലും രാജ്യത്തിന് ജപ്പാന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ എന്തെങ്കിലും സംഭവം കിട്ടിയാൽ അത് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ജപ്പാനിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇന്ത്യ MFN ഉള്ള ഒരുപാട് രാജ്യങ്ങൾക്കും എല്ലാവർക്കും ഇത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് DTAയും MFNും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ത്യക്ക് സ്വിറ്റ്സർലാൻഡ് ആയിട്ടും ഈ പരിപാടികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ടും സ്വിറ്റ്സർലാൻഡ് ആയിട്ട് നമുക്ക് ഇത് ഉള്ളപ്പോ ഇവിടെ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു, നമ്മൾ MFN കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന് കിട്ടും, ഒരു രാജ്യത്തിന് ഇത് കിട്ടും എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ വേറെ എന്ന് പറഞ്ഞ രാജ്യത്തിന് കൊടുത്തു, അപ്പൊ സ്വിറ്റ്സർലാൻഡിനും അത് തന്നെ കൊടുക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ആൻഡ് ദാറ്റ് കനോട്ട് ബി അപ്ലൈഡ്. നമ്മൾ പറയണം ഇന്ന രാജ്യത്തിന് ഇതാ ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലാതെ വെറുതെ റാൻഡം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ മൊത്തം വാർത്ത. ഇതാണ്. അപ്പൊ ഇത് DTAയിലും പ്രശ്നം വരുമ്പോൾ എന്താ സംഭവം? ഇപ്പൊ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിൽ ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും തമ്മിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച്. സ്വിറ്റ്സർലാൻഡ് ഇവർ തമ്മിൽ തെറ്റി, ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും തെറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും കാരണവശാൽ MFNന്റെ കാര്യത്തിൽ കിട്ടിയില്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് എന്താ സംഭവിക്കുക? സ്വിറ്റ്സർലാൻഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വിറ്റ്സർലാൻഡിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസ് ഉണ്ടല്ലോ, മോസ്റ്റ് ഫേവേർഡ് നേഷൻ DTA ഒക്കെ ഉള്ളത് ഇന്ത്യൻ കമ്പനി XYZ ഒക്കെ സ്വിറ്റ്സർലാൻഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പൊ ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള എഗ്രിമെന്റോ ധാരണയോ തെറ്റിക്കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് XYZ കമ്പനി സ്വിറ്റ്സർലാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനിയുടെ ടാക്സ് കൂട്ടും, ഇവരുടെ വരുമാനം ടാക്സ് അടിച്ച് കയറ്റും. അപ്പൊ ഇത് ഇന്ത്യൻ കമ്പനീസും ദോഷമല്ലേ? അപ്പൊ ശരിക്കും രാജ്യങ്ങൾ തമ്മിൽ ബന്ധം മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യൻ കമ്പനീസിനും ഒക്കെ ബുദ്ധിമുട്ടും. അപ്പൊ ഇതൊരു Indian entities in Switzerland face higher tax liability as country response to Supreme Court ruling that tax treaty benefit. ഇത് മൊത്തം വായിച്ചാൽ നിങ്ങൾക്ക് മൊത്തം ക്ലിക്ക് ആവില്ല. അതുകൊണ്ടാണ് ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് മൊത്തം വായിച്ചാലും കാര്യം ഇത്ര തന്നെ ഉള്ളൂ. ഇത്ര തന്നെ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും സ്വിറ്റ്സർലാൻഡിലെ ഇന്ത്യൻ കമ്പനീസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി DTA എന്താണെന്നും MFN എന്താണെന്നും നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വയ്ക്കുക. ഇത് ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ വിന്റർ ചിൽ carrots trim India's GDP growth rate hope. സോ 7 point ഇത് ഇനിയിപ്പോ ഇതൊന്നും അല്ല, ഇത് വേറൊരു കാര്യം. ഇതിന്റെ കഥ ഇത്രയേ ഉള്ളൂ. നമ്മുടെ GDP growth rate കുറഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ GDP growth rate ഇപ്പൊ കുറഞ്ഞു, നമ്മൾ പറഞ്ഞതിനെക്കാട്ടും കുറഞ്ഞു വരുന്നുണ്ട്. അത് 6% ഇത്ര % വരും. ഇനി ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, GDP growth rate എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാവരും ഇത് പ്രിഡിക്റ്റ് ചെയ്യും. ഇതൊരു സംഭവമാണ്. ഇപ്പൊ RBI പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്ര GDP growth rate ഉണ്ടാവും. അതേപോലെ IMF വേണമെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യും, വേൾഡ് ബാങ്ക് വേണമെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യും. അതേപോലെ ഇന്റർനാഷണൽ ഏജൻസികളെല്ലാം ഇന്ത്യക്ക് എത്ര GDP, ഈവൻ SBI പോലും ചെയ്യാറുണ്ടല്ലോ. SBI പോലും പല സമയത്ത് നമ്മൾ ഇത്ര % ഗ്രോ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊരു സ്പെക്യുലേഷൻ ആണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നമ്മുടെ GDP ഇത്ര കൂടും, ഇത്ര കുറയുന്നൊക്കെ ഇങ്ങനെ പല ആൾക്കാരും പറയും. സോ ഫിച്ച് റേറ്റിംഗ് അനുസരിച്ചിട്ട് ഫോർകാസ്റ്റ് ഓഫ് 7.2 to 6.4 ഇതൊരു സ്ലോ ഡൗൺ ആണ്. GDP കുറഞ്ഞു എന്നാണ് പറയുന്നത്. 6% ഇനി താഴെ പോകാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇത് കൂടുതലും ഇങ്ങനത്തെ ഒരു ഡിബേറ്റ് ആണ്. ഇത് കൂടും കുറയും എന്നുള്ളത് ഒരു തരത്തിലുള്ള സ്പെക്യുലേഷൻ ആണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ക്ലീൻ ആയിട്ട് മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ.
പിന്നെ ഗവൺമെന്റ് ഹാസ് കൺസിസ്റ്റന്റ്ലി ഇതൊരു വാർത്തയാണ് ഇൻക്രീസ് ഇസ് എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഓഫ് ദ ലാസ്റ്റ് 5 years. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇത് വേറെ ഒന്നുമല്ല, ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മുടെ ഗവൺമെന്റിന്റെ ക്യാപെക്സ് എന്ന് പറയും. കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇപ്രാവശ്യത്തെ എക്കണോമി സ്ലോ ഡൗൺ ആയി, നമ്മുടെ GDP കാര്യങ്ങളെല്ലാം എക്കോണമി സ്ലോ ഡൗൺ വന്നതിന്റെ ഒരു കാരണം ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു പോയി എന്നാണ്. അതായത് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് രണ്ട് രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളത് പഠിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞത്. ഇവിടുത്തെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനൊക്കെ ചെയ്യുന്നതോറും വെൽഫെയർ അല്ലാണ്ട് വേറെ എക്കണോമിക്കലി ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ശമ്പളം കൊടുക്കുന്നു അല്ലാതെ. ഗവൺമെന്റ് ക്യാപിറ്റൽ ഇതേപോലെ കണ്ടോ, ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, പുതിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ, പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ, പുതിയ റോഡ് ഉണ്ടാക്കാൻ, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പിന്നെയും ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഇടയ്ക്ക് വെച്ച് കുറച്ചു, പക്ഷെ ഇനിയും അത് കൂട്ടി കൂട്ടി കൊണ്ടുവരണം. അത് എക്കണോമിക് ഗ്രോത്തിന് വളരെ നല്ലതാണെന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കിക്കോ. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഓവർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യസ് റോഡ്, എയർ റെയിൽ കണക്ടിവിറ്റി ഇംപ്രൂവ്ഡ്, ഇതൊക്കെ ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. പിന്നെ ചെറിയൊരു വാർത്തയാണ്, നിങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സെബി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അപെക്സ് ബോഡിയും കൂടാണ്, ഒരു അതോറിറ്റിയും കൂടാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ ആണ്, സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് സെബി എന്ന് പറയുന്നത്. എല്ലാവരിടത്തും വളരെ കൺസേൺഡ് ആയിരിക്കാൻ പറയാണ് ആൽഗോ ട്രേഡിംഗ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലും ഇതിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഡൺ ത്രൂ ആൽഗോറിതംസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിട്ട് നമ്മൾ മാനുവലി അല്ലാതെ നമ്മൾ കോഡും ആൽഗോറിതംസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതാണ്. അത് സെല്ലിങ്ങും ബൈയിങ്ങും ഒക്കെ വളരെ കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യും. നമ്മൾ വളരെ ഒരു ആൽഗോറിതം ട്രേഡിംഗ് ആണ്. സോ ഇത് ഫാസ്റ്റർ ഓർഡർ എക്സിക്യൂഷൻ, ഇംപ്രൂവ് ലിക്വിഡിറ്റിക്ക് സഹായിക്കും. നമ്മളല്ല ഒരു ആൽഗോറിതം ട്രേഡിംഗ്, അതായത് സിസ്റ്റം പോലെ അങ്ങനെ ഒരു സിസ്റ്റം ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് അതിൻ്റെതായ റിസ്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ വലിയ ഇൻവെസ്റ്റേഴ്സും കമ്പനീസ് ആണ് ഇത് ചെയ്തിരുന്നത്, വലിയ കമ്പനീസ് ഒക്കെയാണ് ഇത് ചെയ്തിരുന്നത്. പക്ഷെ പതുക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും സാധാരണ ആൾക്കാരും ഈ ആൽഗോ ട്രേഡിംഗിലേക്ക് വരും. സോ ഡെഫിനറ്റ്ലി അതിൻ്റെതായ റിസ്കുകൾ ഉണ്ട്. ഇതിന് കമ്പ്യൂട്ടർ ആൽഗോറിതം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതാണ് തീരുമാനിക്കുക. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്ത് തരും. അപ്പൊ അതിന് സെബി വാൺ ചെയ്യുന്നുണ്ട്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇന്ന് സംസാരിക്കുന്നത് ട്രേഡിംഗിൽ. അപ്പൊ അതും കൂടെ മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇങ്ങനത്തെ വാർത്ത വരുമ്പോൾ എക്കണോമിക്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അന്ന് ഞാൻ പറഞ്ഞ പ്രധാന കാര്യമുണ്ട്, ഇന്ത്യയിൽ ഫെയർ കോമ്പറ്റീഷൻ വേണമെന്ന് വിശ്വസിക്കുന്ന ബോഡിയാണ്. ഇന്ത്യയിൽ ഫെയർ കോമ്പറ്റീഷൻ വേണമെന്ന് വിശ്വസിക്കുന്ന ബോഡിയാണ്. അപ്പൊ അതിൽ എന്ത് കാര്യങ്ങളും ചോദിക്കാം. രണ്ട് കമ്പനികളാവാം, എയും ബിയും രണ്ട് കമ്പനികളാവാം. എവിടെയെങ്കിലും നമുക്ക് ഫെയർ കോമ്പറ്റീഷൻ അല്ല തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ കേരളത്തിന്റെ അമ്മ സംഘടനയാണ്. ഓർമ്മയുണ്ടോ? കേരളത്തിൽ നമ്മുടെ AMMA എന്ന് പറയുന്ന അമ്മ സംഘടന ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ സംവിധായകൻ വിനയനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ ഒരു സംഘടനയ്ക്ക് തീരുമാനം എടുക്കാം. പക്ഷേ അമ്മ സംഘടന ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ പറയുന്ന കേട്ടോ. ഇത് CCIയിൽ പോയ കേസാണ്, കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയ കേസാണ്. വിനയൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയി. അതായത് ഇവർ വേറൊരു കാര്യം ഇറക്കി, അമ്മ സംഘടനയിലുള്ള അസോസിയേഷനുള്ള ഒരാളും വിനയനോട് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഇസ് ഒരാളുടെ ജോലി നഷ്ടപ്പെടുത്തുക എന്നുള്ളത് വയലേഷൻ ആണ്. അങ്ങനെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തീരുമാനമെടുത്തിട്ട് അമ്മയ്ക്കെതിരെ ഫൈൻ ഇട്ടു. കോമ്പറ്റീഷൻ കമ്മീഷൻ വെന്റ് അഗെയിൻസ്റ്റ് ദി അസോസിയേഷൻ, ദേ ചാർജ്ഡ് ഫൈൻ. ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഫൈൻ എടുപ്പിച്ചു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ സിനിമ ഓർഗനൈസേഷൻ പോലും കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം പരാതി പോയിരിക്കുന്നത് വേറൊന്നുമല്ല, അവിടുത്തെ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ആണ്. ടേബിൾ ടെന്നീസ് ഫെഡറേഷന് എതിരെയാണ് പരാതി പോകുന്നത്. ഈ TFFI എന്ന് പറയുന്ന ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഇവരും സ്റ്റേറ്റ് ഫെഡറേഷൻസും കൂടെ ചേർന്ന് ഭയങ്കര മാഫിയാണെന്നാണ് അവർ പറയുന്നത്. ഇതിൽ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാരെ കളിപ്പിക്കുന്നില്ല, വേറെ കോമ്പറ്റീഷൻസ് വെക്കാൻ സമ്മതിക്കുന്നില്ല. ഇവരുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ അപ്രൂവ് ചെയ്യുന്നുള്ളൂ, ബാക്കി പ്രോഗ്രാംസ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഇതിൽ കണ്ടോ, അബ്യൂസ് ഓഫ് ഡോമിനൻസ് ആൻഡ് ആന്റി കോമ്പറ്റീറ്റീവ് ആർഗ്യുമെന്റ്സ്. അത് ശരിയല്ല. ഇതിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് മെമ്പർഷിപ്പിന്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ അമ്മയുടെ മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബിലീവ്സ് ഇൻ ഫെയർ കോമ്പറ്റീഷൻ ആൻഡ് വെനെവർ ദർ ഇസ് എ കേസ് ദേ വിൽ കം ഫോർവേഡ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളാണ്, ബിസിനസ്സിൽ ഒരുപാട് വാർത്തകളുള്ളതാണ് ഞാൻ ബിസിനസ്സിൽ ആദ്യം എടുത്തത്. നെസ്ലെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന നെസ്ലയുടെ ബേബി പ്രൊഡക്ട്സിനകത്ത് കൂടുതൽ ഷുഗർ ഉണ്ടെന്നാണ് പറയുന്നത്, അത് കേടാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് നെസ്ലയ്ക്ക് വേണ്ടി വാദിക്കുന്നത്.
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നെസ്ലിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. ഇല്ല, അവരുടെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം, യു ഷുഡ് നോ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് FSSAI. ഫുഡ് സെക്യൂരിറ്റി അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. FSSAI രജിസ്ട്രേഷൻ വേണമല്ലോ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് FSSAI എന്താണെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, പ്ലീസ് റിമെമ്പർ വാട്ട് ഈസ് കോഡെക്സ് അലിമെന്റേറിയസ് കമ്മീഷൻ which considered the recommendation of World Health Organization food standard. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താണ് കോഡെക്സ് അലിമെന്റേറിയസ് കമ്മീഷൻ? കോഡെക്സ് അലിമെന്റേറിയസ് കമ്മീഷൻ സിവിൽ സർവീസിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് കോഡെക്സ് അലിമെന്റേറിയസ്? ലോകത്ത് ഫുഡിന്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് കോഡെക്സ് അലിമെന്റേറിയസ് കമ്മീഷൻ. സൂര്യ പറയുന്നത് നെസ്ലെ, ഇതിൽ നെസ്ലയിൽ ഫുഡ് ഉണ്ടോ ഇല്ലെന്നേക്കാട്ടും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടന്റ് കോഡെക്സ് അലിമെന്റേറിയസ് കമ്മീഷൻ എന്നൊരു വാക്ക്, ഒരു കറണ്ട് അഫയർ ആസ്പെക്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഞാൻ അതുകൊണ്ടാണ് ബിസിനസ് ആദ്യമേ അങ്ങ് തീർത്തത്, കാരണം പിന്നെ അത് ഡിഫിക്കൽട്ട് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. പിന്നെ ഇന്ന് മൊത്തം നോക്കുമ്പോൾ മൊത്തം പൊളിറ്റിക്കൽ വാർത്തകളാണ്. കോൺഗ്രസ് ഉണ്ടോ, പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ, കോൺഗ്രസ് ഓൾവേസ് ചൂസസ് പവർ ഓവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും BJP കോൺഗ്രസും തമ്മിൽ ഫൈറ്റ് ആണ്. കാര്യമായിട്ടുള്ള നമുക്ക് സിവിൽ സർവീസിന് ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ജഡ്ജസ് സീക്സ് ഹൈക്കോർട്ട്സ് ജഡ്ജ് ഇംപീച്ച്മെന്റ്. ഇത് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജഡ്ജ് ശേഖർ കുമാർ യാദവ്, ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടത്തിയല്ലോ, ആന്റി പ്രോ ഹിന്ദു സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു എന്നാണ് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ നടത്തിയെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഓൾറെഡി പറയാൻ മുസ്ലിംസിനെതിരായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, ഇയാൾ പറഞ്ഞ വേറൊരു കാര്യം, ഇന്ത്യയിലെ കംപ്ലീറ്റ്ലി മെജോറിറ്റി തീരുമാനിക്കും ഇന്ത്യയിൽ എന്ത് സംഭവിക്കണം, മെജോറിറ്റി ഹിന്ദുക്കളാണല്ലോ. സോ അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് പല ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇയാൾ കൗവിനെ കുറിച്ചിട്ടൊക്കെ കുറെ റെഫറൻസുകൾ പറഞ്ഞു. കൗ ഇസ് ദി ഓൺലി ആനിമൽ ദാറ്റ് ഇൻഹേൽസ് ആൻഡ് എക്സേൽസ് ഓക്സിജൻ. സോ കൗവിനെ കൊല്ലുന്നത് തെറ്റാണ്, മുസ്ലിംസ് അതിനെ കൊല്ലുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഒരു റിലീജിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഒരു നമ്മുടെ എന്താ പറയുക, ഒരു ഫ്രറ്റേണിറ്റി, നമ്മുടെ ഒരു ബ്രദർഹുഡ് ഫീലിംഗ്സിനെ കംപ്ലീറ്റ്ലി. സോ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പല കേസിലെ വയലേഷൻ ആയിട്ടാണ് പറയുന്നത്. ഫ്രാറ്റേണിറ്റി, ബ്രദർഹുഡ്, അങ്ങനെ ഒരു ജഡ്ജ്, ഒരു ഹൈക്കോടതി ജഡ്ജ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് ജഡ്ജിനെ കളയണം എന്നാണ്, എടുത്തു മാറ്റണം എന്നാണ് പറയുന്നത്. സോ ദേ ആർ സീക്കിംഗ് ഇംപീച്ച്മെന്റ്. സോ ജഡ്ജിനെ ഇംപീച്ച് ചെയ്യുന്ന നമ്മളന്ന് പറഞ്ഞതാണ്. എങ്ങനെയാണ് ജഡ്ജിനെ ഇംപീച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ 55 ഒപ്പോസിഷൻ MPs ഇവിടെ വേണം നമുക്ക് രാജ്യസഭയിലൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ജഡ്ജിനെ എടുത്ത് കളയാൻ വേണ്ടി. സോ ഇവിടെ നമുക്ക് സിവിൽ സർവീസിൽ ഓർമ്മ വേണ്ടത് എങ്ങനെയാണ്, ഹൗ ഇസ് ദ ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജ് റിമൂവ്ഡ്? ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം സിവിൽ സർവീസിന് ജഡ്ജസ് റിമൂവൽ ചോദ്യം ചോദിച്ചാൽ അതിന്റെ കാരണം ഇതാണ്. ഹൗ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ് ക്യാൻ ബി റിമൂവ്ഡ്. ഉറപ്പായിട്ടും പോളിറ്റിയിൽ നിങ്ങൾ ആ സംഭവം വളരെ ക്ലീൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഇസ് ക്ലിയർ. ആ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ്, ഇവിടെ ഒരു ഉസുഡു ടാങ്ക്, അത് പുതുച്ചേരിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ലൂയിസ് ഗേറ്റ് ആണ്, ടാങ്ക് ആണ് ഉസുഡു ടാങ്ക് പുതുച്ചേരിയിലുള്ളത്. പിന്നെ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ വാർത്തകളല്ലാതെ 1971 സറണ്ടർ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സീൻ ബിഫോർ ദ പെയിന്റിങ്സ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പെയിന്റിംഗ് മാറ്റി എന്നാണ് പറയുന്നത്. ആർമി ചീഫിന്റെ ലോഞ്ചിൽ പണ്ട് ഇതേപോലത്തെ ഒരു പെയിന്റിംഗ് ഉണ്ടോ? ഈ പെയിന്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതായത് 1971 ബാംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ വാറിന് ശേഷം ഈസ്റ്റ് പാകിസ്ഥാൻ ഇവർ തോറ്റില്ല, പാകിസ്ഥാൻ തോക്കുന്നതിന്റെ ഉടമ്പടി ഒപ്പിടുന്ന ഒരു പേപ്പർ ഉണ്ട്. ജസ്റ്റിസ് ലഫ്റ്റനന്റ് ജനറൽ ഒറോറയും അവിടുത്തെ ജനറൽ നിയാസിയും തമ്മിൽ ഒപ്പിടുന്ന ഒരു ഇതുണ്ട്. ഈ പടം, ഈ പിക്ചർ റിമൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഏതോ ലഫ്റ്റനന്റ് കേണൽ വരച്ച മഹാഭാരതത്തിന്റെ ചക്രവും കൃഷ്ണന്റെ രഥവും പിന്നെ കുറെ ടാങ്കും അങ്ങനത്തെ കുറച്ച് റിലീജിയസ് സിംബിൾസ് ഉള്ള പടമാണ് ഇനി ഇവിടെ കീപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അതിനെതിരെ ആർമി ഓഫീസേഴ്സ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് എൻ ഇൻസ്പിറേഷൻ, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പടം അല്ല എന്നാണ് പറയുന്നത്. സോ പുതിയ പടത്തിന്റെ പേര് എന്ന് പറയുന്നത് കരം ക്ഷേത്ര, കുരുക്ഷേത്രയ്ക്ക് പകരം ഫീൽഡ് ഓഫ് ഡീഡ്സ് ഡൺ ബൈ ലഫ്റ്റനന്റ് കേണൽ തോമസ് ജേക്കബ്. കേരള മലയാളി ആയിരിക്കണമല്ലോ, മോസ്റ്റ് പ്രോബ്ലി മലയാളി ആയിരിക്കും തോന്നുന്നു, എനിക്ക് അറിയില്ല. ലഫ്റ്റനന്റ് മദ്രാസ് റെജിമെന്റ് ആണ്, സോ മോസ്റ്റ് പ്രോബ്ലി ഈ മൈറ്റ് ബി മലയാളി. സോ ലഫ്റ്റനന്റ് കേണൽ തോമസ് ജേക്കബാണ് ഇത് വരച്ചിരിക്കുന്നത്. ഗാർഡിയൻ ഓഫ് ധർമ്മ, ഇങ്ങനെ കുറെ വാർത്തകളുണ്ട്. ചാണക്യ, കൃഷ്ണന്റെ രഥം, അങ്ങനെ ഒരു മോഡേൺ മഹാഭാരത എന്ന രീതിയിലാണ്. ഗരുഡ, കൃഷ്ണസ് ചാരിയറ്റ് വിത്ത് ചാണക്യ, മോഡേൺ എക്യുപ്മെന്റ്സ് ലൈക്ക് ടാങ്ക്, ഇൻഫൻട്രി വെഹിക്കിൾ, പെട്രോൾ ബോട്ട്സ്, ഹെലികോപ്റ്റർ, അപ്പാച്ചെ, ഇതൊക്കെയാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ പല ആൾക്കാരും ഇതിനോട് താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് എ സ്പ്ലിറ്റ് ഡിസിഷൻ. Some people are not liking it. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാർത്ത. മൂവിംഗ് ഓൺ ടു ദി സ്റ്റേറ്റ് പേജസ്. ഇന്ന് നമുക്ക് ഡൽഹി എഡിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേറ്റ് പേജസിലേക്ക് പോവാം. സ്റ്റേറ്റ് പേജസിൽ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ
ഒരു 3-4 ദിവസമായിട്ട് ഡൽഹിയിലെ പല സ്കൂളുകൾക്കും ഓവർ 40+ സ്കൂൾസ് ഹാവ് ബീൻ റിസീവിംഗ് ബോംബ് ത്രെറ്റ്സ്. പണ്ട് പ്ലെയിനിലായിരുന്നു ബോംബ് ത്രെറ്റ് ഉണ്ടായിരുന്നത്, ഇപ്പൊ ഡൽഹിയിലെ പല സ്കൂളിലും ബോംബ് പൊട്ടിക്കുമെന്ന ത്രെറ്റ്സ് വരുന്നുണ്ട്. സോ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇവര് വാർത്ത പറയുന്നത്. ബാക്കി മൊത്തം പരസ്യമാണ്, പേപ്പറിലെ പരസ്യം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാദൽ കംപ്ലീറ്റ്സ് റിലീജിയസ് പെനൻസ് പ്രേസ് അറ്റ് അക്കൽ തഖ്ത്. ഇതെന്താണ്? ഇത് കുറച്ചൊരു കാര്യം, നിങ്ങൾ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നടന്നിരിക്കേണ്ട കാര്യമാണ്. വാട്ട് ഈസ് അക്കൽ തഖ്ത്? അക്കൽ തഖ്ത് എന്ന് പറയുന്നത് ബേസിക്കലി മനസ്സിലാക്കിയാൽ മതി, ഇതൊരു വൺ ഓഫ് ദ 5 seats ഓഫ് ജസ്റ്റിസ്. വൺ ഓഫ് ദ 5 seats ഓഫ് ജസ്റ്റിസ് ആണ്. ഇത് ഗോൾഡൻ ടെമ്പിളിലാണുള്ളത്. ഇതൊരു തരം ഇറ്റ്സ് എ ഹയസ്റ്റ് സീറ്റ്, ഒരു തരം വളരെ ഓണററി ആയിട്ട് കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീറ്റ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ട് കാലത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റുകൾ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് അക്കൽ തഖ്ത്. അക്കൽ തഖ്ത് എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് പ്രധാനപ്പെട്ട സിഖുകാരുടെ ഭാഗമായിട്ടുള്ള ഡിസിഷൻസ് ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ ഹയർ കോർട്ട്. അപ്പൊ ഇവിടെ സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അക്കൽ തഖ്ത്. ഇവിടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശിരോമണി അകാലി ദൾ, ഞാൻ ആ വാർത്തയിലേക്ക് നമുക്ക് ഇതിനകത്ത് വരാം. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സുഖ്ബീർ സിംഗ് ബാദൽ, ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ശിരോമണി അകാലി ദൾ പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയും കൂടാണ് അകാലി ദൾ, ശിരോമണി അകാലി ദൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാൽ ഈ അക്കൽ തഖ്ത് എന്നുള്ളത് ഗോൾഡൻ ടെമ്പിളിലാണ് അമൃത്സറിൽ. ആൻഡ് ഇതെന്ന് പറയുന്നത് 6th ഗുരുവാണ്. ഇതിന്റെ ഹിസ്റ്ററി പോർഷൻ ഞാൻ പറഞ്ഞുതരാം. 6th ഗുരുവാണ് ഗുരു ഗോവിന്ദ് സിംഗ്. അതായത് ഗുരു ഹർഗോവിന്ദ് ആണ്, സോറി ഗുരു ഗോവിന്ദ് സിംഗ് അല്ല, ഗുരു ഹർഗോവിന്ദ് ആണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു സംഭവം തുടങ്ങി വെക്കുന്നത്, ഈ അക്കൽ തഖ്ത് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ടെമ്പിളിനകത്തുള്ളത്. അപ്പൊ എല്ലാ സിഖുകാരും ഇവിടെ പ്രാർത്ഥിക്കാറോ അല്ലെങ്കിൽ ഇവിടെയാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നത്. കാരണം അന്നത്തെ 5ാമത്തെ സിഖ് ഗുരു, ഇദ്ദേഹത്തിന്റെ പിതാവ് 5ാമത്തെ സിഖ് ഗുരു ആയിരുന്ന ഗുരു അർജുൻ ദേവിന്റെ മരണം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം ഗുരു അർജുൻ ദേവ് വാസ് കിൽഡ് ബൈ ദ മുഗൾസ് ആണ് അദ്ദേഹത്തിനെ കൊന്നത്. അപ്പൊ അതിന്റെ ഒരു ഒപ്രഷന് ശേഷം അതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടന്നിരുന്നത് ഈ അക്കൽ തഖ്തിലാണ്. സോ ആലോചിച്ച് നോക്കൂ, ഏകദേശം 1606 തൊട്ട് 1606 തൊട്ട് ഇന്ന് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു പ്രധാന സംഭവമാണ് ഈ അക്കൽ തഖ്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ പ്രധാനമായിട്ടും വേറെ കാര്യമൊന്നുമല്ല, സിഖുകാരുടെ അൾട്ടിമേറ്റ് തീരുമാനങ്ങൾ ഇവരാണ് എടുക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഈ ശിരോമണി അകാലി ദൾ എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. They did a lot of things which സിഖുകാർ വിചാരിക്കുന്നത് ആന്റി സിഖ് കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഗവൺമെന്റ് ആയിരിക്കുന്ന സമയത്തും ഈ ആന്റി സിഖ് ആയിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ ഇവർ എടുത്തു എന്നാണ് പറയുന്ന പാർട്ടി. പ്രധാനമായിട്ടും ഇപ്പൊ ദേരാ സച്ചാ സൗദ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഗുരു റാം റഹീമിനെ ഇവര് വെറുതെ വിട്ടു, അല്ലെങ്കിൽ അവർക്ക് അയാള് സിഖിസത്തിനെ കളിയാക്കി, ഗുരു ഗോവിന്ദ് സിംഗിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കളിയാക്കി വരുന്ന ഒരാളാണ്, അയാളെയൊക്കെ ജാമ്യത്തിലൊക്കെ വിട്ടു, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആന്റി സിഖ് ആണ്. പിന്നെ ഗുരു ഗ്രന്ഥ് സാഹിബിന്റെയും സിഖിസത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇവര് പ്രോ ആന്റി സിഖ് ആക്ടിവിറ്റി നടത്തിയെന്നാണ് ഇവര് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇന്നും എഡിറ്റോറിയലിലും ഈ വാർത്തയുണ്ട്, അതുകൊണ്ടാണ് ഈ വാർത്ത ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അപ്പൊ അക്കൽ തഖ്തിന്റെ ഹിസ്റ്ററി ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ഇതിനകത്ത് വേറെ വാർത്തകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോ നീഡ് ഫോർ ഓപ്പൺ ഡിസ്കഷൻ ഓൺ വൺ നേഷൻ വൺ ഇലക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒരു എല്ലാം സൈമൾട്ടേനിയസ് ഇലക്ഷൻ, ഒറ്റ ഇലക്ഷൻ ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. സോ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ വരുന്നു. പിന്നെ നോ ജോയ് ഫോർ ദ ശ്രീലങ്കൻ റെഫ്യൂജി സ്റ്റക്ക് ഇൻ ലീഗൽ ലിംബോ. ഇത് 37 വയസ്സായ ജോയ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇദ്ദേഹം ഒരു 10 വയസ്സെങ്ങാണ്ടായിരുന്നപ്പോ ശ്രീലങ്കൻ വോട്ടേഴ്സ് തലൈമണ്ണ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പെട്ടുപോയതാണ്. ഇവിടെ പെട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. അമ്പലത്തിലും ഇവിടെ ഒന്നും ഭക്ഷണമില്ലാത്ത അവിടുത്തെ അന്നദാനം ഒക്കെ കഴിച്ച് ഇയാളെ ശ്രീലങ്കയിലേക്കും വിടുന്നില്ല, ഇന്ത്യനായിട്ട് അംഗീകരിക്കുന്നുമില്ല. ആള് പറയുന്നുണ്ട്, ഐദർ ഹെൽപ് മീ ഗോ ബാക്ക് ടു ശ്രീലങ്ക ഓർ ട്രീറ്റ് മീ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. ആധാർ കാർഡ് തരിക, അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് വിടുക. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. സോ വി ഷുഡ് ഹാവ് എ സ്ട്രോങ് ഐഡിയ റിഗാർഡിംഗ് ദിസ്. പിന്നെ അടുത്തെല്ലാം പരസ്യങ്ങളാണ്. ലെറ്റ്സ് ഗോ ടു ദി അഡ്വർടൈസ്മെന്റ് പേജസ്. പിന്നെ അടുത്തത് അല്ലു അർജുനെ വിട്ടു, അല്ലു അർജുന്റെ അറ്റാക്ക് ഉണ്ട്, അതിനെതിരെ കേസ്. ഇത് വളരെ ജസ്റ്റ് കേസ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തതെല്ലാം കൂടുതലും ഇങ്ങനത്തെയാണ്. നമുക്ക് പൊളിറ്റിക്കൽ വാർത്തകളാണ് കൂടുതലും. നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒന്നുമില്ല.
ഇത് അവിടെ ദിണ്ടിഗളിൽ നടന്ന ഒരു ഹോസ്പിറ്റലിലെ ഫയറിനെ കുറിച്ചാണ് പറയുന്നത്. റീകളക്ട് ഓർഡിയൽ ഡ്യൂറിംഗ് ദ ഡെഡ്ലി ഫയർ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ തമിഴ്നാട്. അവിടെ ഒരു മെഡിക്കൽ സെന്റർ, ദിണ്ടിഗളിൽ ഒരു മെഡിക്കൽ സെന്ററിൽ തീ പിടിച്ചു. കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടോ, ഝാൻസിയിൽ ഒരു പ്രധാനപ്പെട്ട നിയോനേറ്റൽ സെന്ററിൽ തീ പിടിച്ച് കുറെ കുട്ടികൾ മരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് വാർത്ത എന്താണെന്ന് വെച്ചാൽ ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ നോട്ട് സേഫ്. ഇങ്ങനെ തീപിടുത്തം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും 2 കേസസ് ആണ്, ഒരു മാസത്തിനുള്ളിൽ 2 കേസുകളാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റൽസിന്റെ സെക്യൂരിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു ഫാക്ടറും കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ പരസ്യവും കാര്യങ്ങളും മാറ്റി കഴിഞ്ഞാൽ then we'll move on to the next important content of the day. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. So let's move on to the next important one. Supreme Court welcomes monitoring of Manipur. ഇത് വളരെ ഇതായിട്ട് renewed emphasis monitoring Manipur. എന്തായാലും ഇത് വേറെ ആർട്ടിക്കിൾ ഒന്നും അല്ല. മണിപ്പൂരിൽ ഓൾറെഡി ഇഷ്യൂസ് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മണിപ്പൂരിൽ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ കുറെ ദിവസമായിട്ട്. 2 വിഭാഗം, ഇപ്പൊ കൂക്കി ആണെങ്കിലും നീതി വിഭാഗം, 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റില് അവിടുത്തെ മൊത്തം സാധാരണക്കാരുടെ ലൈഫും എഫക്റ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസ്, നമ്മുടെ CAPF, CRPF എല്ലാവരും സ്റ്റാൻഡ് ബൈ ആണ്. കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ 2 ട്രൈബൽസിന്റെ അറ്റാക്കിന്റെ ഇടയിൽ ഇവർ കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകും. ഓർമ്മയുണ്ടോ, കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇവർ കുറെ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകും, കുറെ സ്ത്രീകൾ റേപ്പ് ചെയ്യും, തട്ടിക്കൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും പുഴയിൽ കൊണ്ടുവിടും. അങ്ങനെ എന്തോരം റിവേഴ്സ് നമ്മൾ ബോഡി റിറ്റെയിൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഓൾറെഡി ഒരു ഡിസ്കഷൻ ഉണ്ട്. ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെന്റും അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഇതായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് ടു ബി വെരി സ്പെസിഫിക്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് MHA വളരെ സീരിയസ് ആയിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ കോടതികൾ പോലും, പഴയ ജസ്റ്റിസ് പോലും പറഞ്ഞു നമുക്ക് പ്രസിഡൻസ് റൂൾ കൊണ്ടുവിടാം, വിൽ ബ്രിങ് ദ പ്രസിഡൻസ് റൂൾ. അങ്ങനെ വകുപ്പുണ്ടല്ലോ, നമുക്ക് 356 കൊണ്ടുവരാം. ആർട്ടിക്കിൾ 355 വെച്ചിട്ട് ഡെഫിനറ്റ്ലി സെന്ററിന്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനത്തെ ഇഷ്യൂ വന്നാൽ ഡെഫിനറ്റ്ലി സഹായിക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഡെഫിനറ്റ്ലി ഉടനെ തന്നെ വേണം. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെയധികം ഇമ്പോർട്ടൻസ് എടുക്കണം എന്നാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ മറ്റേ ഉള്ളൂ. ഇത് കണ്ടോ, ദ ഇന്റർഫിയറൻസ് ഓഫ് അക്കൽ തഖ്ത് ഇൻ ദ അഫയേഴ്സ് ഓഫ് അക്കലിദൾ ഇസ് അൺആക്സെപ്റ്റബിൾ. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. അക്കൽ തഖ്ത്, ദ ഹൈയസ്റ്റ് സിഖ് ടെമ്പറൽ സീറ്റ്, ഹാസ് എൻഫോഴ്സ്ഡ് പണിഷ്മെന്റ് ഫോർ ശിരോമണി അക്കലിദൾ ലീഡർ ആൻഡ് ഫോമർ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പൊ ശരിക്കും ചോദിക്കുന്നത്, ഇങ്ങനെ അക്കൽ തഖ്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയുടെ ഗവൺമെന്റിന് ഇടപെടുത്തേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇന്ത്യയുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് സെക്യുലറിസം. ഇന്ത്യയുടെ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു റിലീജിയസ് ഓർഗനൈസേഷൻ എങ്ങനെ ഇന്ത്യ ഭരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഗവൺമെന്റ് ഭരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ദേ ക്യാൻ കൺട്രോൾ ദ റിലീജിയസ് അഫയേഴ്സ്. പക്ഷെ ഒരു ഗവൺമെന്റ്, ശിരോമണി അക്കലിദൾ പോലത്തെ ഒരു ഗവൺമെന്റ് ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൽപ്പിക്കാൻ ഒരു റിലീജിയസ് ഏജൻസിക്ക് പറ്റുമോ, അല്ലെങ്കിൽ അതിനുള്ള ഒരു റൈറ്റ് ഉണ്ടോ എന്ന് they are asking this larger question, whether the religious organizations have the right to interfere in the activities of government. That's a key question. അതാണ് ഇതിനകത്ത് കൂടുതലും പറഞ്ഞത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തത് വൂണ്ടിങ് ദ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇത് വേറെ ഒന്നുമല്ല, ഡിസ്കസ് ചെയ്യുന്നത് ആ ഹൈക്കോർട്ട് ജഡ്ജിനെ കുറിച്ചാണ്, അലഹാബാദ് കോർട്ടിലെ ജഡ്ജിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ഒരു ജഡ്ജൊക്കെ, അതും പ്രധാനപ്പെട്ട അലഹാബാദ് ഹൈക്കോർട്ടിലെ ജഡ്ജസ് ഒക്കെ ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ഹിന്ദുസിനെയും മുസ്ലിംസിനെയും തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയാൻ പാടുണ്ടോ? സോ വേർ ഇസ് ദ ജുഡീഷ്യറി ഗോയിങ്? ജുഡീഷ്യറി എങ്ങോട്ടാണ് പോകുന്നത്? ജുഡീഷ്യറി വിച്ച് ഇസ് സപ്പോസ് ടു ബി ഇംപാർഷ്യൽ, ഇങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുന്നത് ശരിയാണോ? ഒരു ജഡ്ജിനെ ഒക്കെ ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ പറയുന്നതാണ്, ജഡ്ജിനെ ഇംപീച്ച് ചെയ്താൽ അതിലൂടെ കാര്യം തീരുന്നുണ്ടോ? ഒരു വ്യക്തി അങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്തു, അയാളെ പിടിച്ചു കളഞ്ഞു മാത്രം തീരുന്ന പ്രശ്നമല്ല. ആ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഉന്നത നീതിപീഠത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡൊക്കെ ഇങ്ങനെ പോകുന്നത് തെറ്റാണ്. ഇറ്റ്സ് ഡേഞ്ചറസ് ആൻഡ് ഇറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഈ ആർട്ടിക്കിൾ. ഇത്രേ ഉള്ളൂ. ഇതന്നെയാണ് ഇത് മൊത്തം അങ്ങോട്ട് പറയുന്ന കാര്യം. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ കാര്യം. കൂടുതൽ ഒന്നും ഇതിനകത്ത് മനസ്സിലാക്കാനില്ല. Okay, so that's it. And next is Trump's return and the South Asia outlook. So this talks about, ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ട്രംപ് വന്നു. ഞാൻ ഇതിന് ഇന്റർനാഷണൽ റിലേഷന്റെ ഒരു മാപ്പ് വരച്ചാൽ, ഒരു മാപ്പ് ഡിക്കോഡിങ് വരെ. ട്രംപ് വന്നു, ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഇന്ത്യ ഉണ്ട്, ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ there are many other സൗത്ത് ഏഷ്യ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ടേക്ക് എക്സാമ്പിൾ ഓഫ് പാകിസ്ഥാൻ, ആൻഡ് ഇവിടെ കുറെ രാജ്യങ്ങളുണ്ട്, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. സോ ട്രംപ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ട്രംപിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ദിസ് വിൽ ആക്ച്വലി ക്രിയേറ്റ് എ ന്യൂ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യ US റിലേഷൻ കുറച്ചും കൂടെ നന്നാവും എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. അതേപോലെ ട്രംപ് വെസ്റ്റ് ഏഷ്യയിലും പറയുന്നുണ്ട്.
സിറിയ ക്രൈസിസ്, ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ, ഇതൊക്കെ പറഞ്ഞ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. സിറിയയുടെ പ്രശ്നം, പലസ്തീന്റെ പ്രശ്നം, ഇതൊക്കെ സൊല്യൂഷനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാനം എന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സിറിയ വേണമെങ്കിൽ സിറിയയുടെ കാര്യം സ്വന്തമായിട്ട് നോക്കിക്കോ എന്നാണ് മിനിഞ്ഞാന്ന് ട്രംപ് പറഞ്ഞത്. സോ ഹീസ് ഫോക്കസിങ് മോർ ഓൺ റഷ്യ യുക്രൈൻ സൊല്യൂഷൻ. പിന്നീട് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പിന്നെ ഹിസ് ഫോക്കസ് ഇസ് ഓൺ ഇന്ത്യ. ഇന്ത്യ യു എസ് നല്ല റിലേഷനിൽ വരും എന്നാണ് നമുക്ക് പറയുന്നത്. സോ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ ആ റീജിയനിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യൻ റീജിയനിലൊക്കെ പ്രധാനപ്പെട്ടത് ഇന്ത്യ ഒരു സ്ട്രോങ് ഫോഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ട്രംപ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഫെസിലിറ്റേഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് പാകിസ്ഥാന്റെ സപ്പോർട്ട് കുറവായിരിക്കും. അമേരിക്ക ഇപ്പൊ പാകിസ്ഥാന്റെ പണ്ടത്തെ പോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പണ്ട് ഇഷ്ടം പോലെ പാകിസ്ഥാന്റെ സപ്പോർട്ട് കുറയ്ക്കുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി ഇന്ത്യ വിൽ മേക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഇന്ത്യ വിൽ റൈസ്. അപ്പൊ ഇന്ത്യ കുറച്ചും കൂടെ ലാർജ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ എഡിറ്റോറിയൽ ഇന്ത്യ യു എസ് റിലേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആവും. സോ ഇന്ത്യ സൗത്ത് ഏഷ്യയിലും കുറച്ചുകൂടെ വലിയൊരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നതാണ്. ഇതിന്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് മൂവിംഗ് ഓൺ ഗ്രൗണ്ട് സീറോ. ഇത് ഇന്ത്യ ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ ഓൾറെഡി നമുക്കറിയാം ഫ്രാക്ചർഡ് ബോൺഡ്സ് അലോങ് ദ ബോർഡർ. വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശിൽ നമുക്കറിയാം. ബംഗ്ലാദേശിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്ന ഇഷ്യൂ അവിടുത്തെ ഹിന്ദുസിന് എഗെയിൻസ്റ്റ് ഉള്ള അറ്റാക്ക് ആണ്. അവിടെ ഡെഫിനറ്റ്ലി ഇസ്കോണിൽ നടന്ന അറ്റാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിന്മയാദാസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ബംഗ്ലാദേശിൽ ഇപ്പൊ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുസിന്റെ റൈറ്റ്സ് ആണ്. ഹിന്ദുസ് അവിടെ മൈനോറിറ്റി ആണ്. അതുകൊണ്ട് ഒരു മൈനോറിറ്റി വിഭാഗം എന്ന രീതിയിൽ ഹിന്ദുസിന് ഈ പറയുന്ന പോലെ അസോൾട്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. ഹിന്ദുസിന് കൂടുതൽ റൈറ്റ് വേണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ ഇതിൽ പറയുന്ന സാധാരണ എല്ലാവരും കൽക്കട്ടയിലേക്ക് വരും. ബംഗ്ലാദേശിന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ കൽക്കട്ടയിൽ വരും. ഇപ്പൊ പ്രധാനമായിട്ടും ടൂറിസ്റ്റുകൾ വരുന്നില്ല. ബംഗ്ലാദേശുകാരനാണെന്ന് കണ്ടാൽ കൽക്കട്ടയിൽ എല്ലാവരും അടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അത് ടൂറിസം മാത്രമല്ല, ഇറ്റ് ഹസ് ഓൾസോ എഫക്റ്റഡ് ദ മെഡിക്കൽ ടൂറിസം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഹസ് ഓൾസോ എഫക്റ്റഡ് ദ മെഡിക്കൽ ടൂറിസം ഇൻ ദ പ്ലേസ്. പല ആൾക്കാരും ബംഗ്ലാദേശിനും ഢാക്കയിൽ നിന്നൊക്കെ ട്രീറ്റ്മെന്റിന് കൽക്കട്ടയിലാണ് വന്നിരുന്നത്. ഇപ്പൊ അതും വരാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവർക്കും പേടിയാണ്. ഇവിടെ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകാന്നുള്ള ഒരു വലിയ പേടി ഇവിടെയുണ്ട്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു ബി നോട്ടഡ് ഹിയർ. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ നാഷണൽ പേജിൽ മൊത്തം പ്രിയം ഷുഡ് നോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് സം റൂൾ ബുക്ക്. ഇതൊക്കെ പ്രിയങ്ക ഗാന്ധി BJP തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ് ആണ്. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്കൽ ആയിട്ട്. പിന്നെ ഇത് നമുക്ക് സിവിൽ സർവീസിന് നമുക്ക് എക്സാമിന് നമുക്ക് മെയിൻസിനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം രാജ്യസഭാ ചെയർമാൻ അതായത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ, രാജ്യസഭാ ചെയർമാനെ റിമൂവ് ചെയ്യാൻ വേണ്ടി റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ വൈസ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ രാജ്യസഭയിൽ തന്നെ അവിടുത്തെ ചെയർമാനെ റിമൂവ് ചെയ്യാൻ വേണ്ടി റെസൊല്യൂഷൻ പാസ് ചെയ്യണമെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി അറിയാം. രാജ്യസഭയിൽ നോട്ടീസ് കൊടുക്കണം. ഏകദേശം ടോട്ടൽ മെമ്പർഷിപ്പിന് ഇത്ര ആൾക്കാരെ ഇത് കൊടുക്കണം. നോട്ടീസ് കൊടുത്തതിന് ശേഷം ഏകദേശം 50ഓളം ആൾക്കാർ നോട്ടീസ് കൊടുക്കണം. അവിടെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി ഉണ്ടാവണം. പിന്നീട് 2/3 മെജോറിറ്റി കിട്ടണം. പ്രസന്റ് വോട്ടിംഗ് PNB പ്രസന്റ് വോട്ടിംഗ്. അതേപോലെ ഇവിടുന്ന് പാസ്സായ ലോക്സഭയിലും പോകണം. അതേപോലെ തന്നെ അവിടെയും ടോട്ടൽ മെമ്പർഷിപ്പ് അംഗീകരിക്കണം. അതേപോലെ 2/3 മെജോറിറ്റി പ്രസന്റ് വോട്ടിംഗ് അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു രാജ്യസഭ വൈസ് പ്രസിഡന്റിനെ ചെയർമാനെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് വരില്ല. കാരണം വോട്ട് കിട്ടില്ല. കാരണം BJP ഗവൺമെന്റ് ഡെഫിനറ്റ്ലി വോട്ട് ഹൈ ഉള്ള മെജോറിറ്റി ഉള്ളതുകൊണ്ട് ഇതൊരിക്കലും പാസ്സാവില്ല. പക്ഷെ ഇത് കാണിക്കുന്നത് വൈസ് പ്രസിഡന്റിനെയും രാജ്യസഭാ ചെയർമാനെയും ഒക്കെ ഇതേപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് ശരിയായിട്ടുള്ള രീതിയാണോ ഇന്ത്യൻ ഡെമോക്രസി എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇതില് വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട്, ജഗ്ദീപ് ധൻകർ, എന്റെ കാറ്റഗറി നിങ്ങൾക്ക് പ്രശ്നമാണ്. ഞാനൊരു സാധാരണ കർഷകന്റെ മകനായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. സോ ഇവിടെ ബേസിക്കലി വേറെ ഒന്നുമല്ല, കോൺഗ്രസിന്റെ മല്ലികാർജുൻ ഖാർഗെയും ഇവരും തമ്മിൽ തെറ്റി. ഇവിടെ ആരോപിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ രാജ്യസഭയുടെ പ്രധാനപ്പെട്ട ചെയർമാൻ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുകയാണ്, BJP സപ്പോർട്ട് ചെയ്യാണെന്നാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് നമുക്കിപ്പോൾ രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഇവിടെ ചെയർമാൻ ആണെങ്കിലും ഇവിടെ സ്പീക്കർ ആണെങ്കിലും ഇവരെല്ലാം പാസ്സായത് ഇവിടെ നിന്നുള്ള പൊളിറ്റിക്കൽ ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവര് ഇവിടെ ഭരിക്കുന്ന സമയത്ത് ദേ ഷുഡ് ബി അപോളിറ്റിക്കൽ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാർത്ത. അവര് ഒരു പാർട്ടിയുടെയും ആളായിട്ട് പ്രവർത്തിക്കരുതെന്നാണ് ശരിക്കും നമ്മുടെ കൺവെൻഷൻ. അപ്പൊ ശരിക്കും ഇദ്ദേഹം പറയുന്നത് ഞാനൊരു കർഷകന്റെ ഒരു ലോവർ ക്ലാസ് കുടുംബത്തിൽ നിന്നൊക്കെ വന്നുകൊണ്ട് നിങ്ങൾ എന്നെ തലയിൽ കയറിയിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. സോ ഇൻസൾട്ടിങ്. പിന്നെ ഇതിനകത്ത് വേറെയും പറയുന്നുണ്ട്, BJP പറയുന്നുണ്ട് ഇത് കോൺഗ്രസ് ആദ്യത്തെ തീരുമാനമൊന്നുമല്ല. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്നുണ്ട്. നെഹ്റു തന്നെ ആദ്യത്തെ പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദും നെഹ്റുവും തമ്മിൽ ഒരുപാട് ചർച്ചകളും വഴക്കും ഉണ്ടായിരുന്നു. രാജേന്ദ്ര പ്രസാദ് 1963 മരിച്ച സമയത്ത് ഡൽഹിയിൽ അദ്ദേഹത്തിന് അടക്കാൻ സ്ഥലം പോലും നെഹ്റു കൊടുത്തില്ല അല്ലെങ്കിൽ മുടക്കിയെന്നാണ് പറയുന്നത്. ദിസ് ഡസ് നോട്ട്
ഹാവ് പ്രോപ്പർ പ്രൂഫ്. ഓക്കെ, ഇത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കി. അങ്ങനെ ഒരു വ്യക്തമായ പ്രൂഫ് ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആരുടെയും കാത്തിരിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നെഹ്റു ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അവർ തമ്മിലുള്ള വഴക്ക് കാരണം രാജേന്ദ്ര പ്രസാദിന്റെ ഫ്യൂണറലില് മരണാനന്ദ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അതേപോലെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ അടുത്തും പറഞ്ഞു ആ പരിപാടിക്ക് പോകുമെന്ന് വേണ്ടെന്ന്. പക്ഷെ രാധാകൃഷ്ണൻ നെഹ്റുവിന്റെ വാക്ക് കേട്ട്, പ്രൈം മിനിസ്റ്ററിന്റെ വാക്ക് കേട്ട് പോയി. ബിക്കോസ് ഇറ്റ് ഇസ് എ ട്രിബ്യൂട്ട് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഹാവ് എൻ ഐഡിയ, നോ സംതിങ് അബൌട്ട് ദിസ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട വാർത്തകളാണ്. പിന്നെ മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ കുറെ പ്രധാനപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രി ഒരു വർഷം തികച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു വർഷം തികയ്ക്കുന്നതിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് വി ഹാവ് ടു റിമെമ്പർ കെൻ ബേറ്റ്വ റിവർ ലിങ്കിങ് പ്രോജക്ട്. അതാണ് കെൻ ബേറ്റ്വ റിവർ ലിങ്കിങ് പ്രോജക്ട്. നമ്മൾ ഇന്നത്തെ വാർത്തയിൽ പഠിച്ചതാണ്. കെൻ ബേറ്റ റിവർ ലിങ്കിങ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് നാഷണൽ റിവർ ലിങ്കിങ് പ്രോജക്ട് എന്ന് പറയുന്നത് നദികളെ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്. സോ കെന്നിൽ കൂടുതൽ വെള്ളം ബേറ്റ്വയിലേക്ക് കൊടുക്കുകയാണ്. കെൻ ഇസ് ഇൻ മധ്യപ്രദേശ് ആൻഡ് ബേറ്റ്വ ഇസ് ഇൻ UP. ഇതിൽ പ്രധാനപ്പെട്ട റീജിയൻ ആണ് ബുന്ദേൽഖണ്ഡ് റീജിയൻ. ബുന്ദേൽഖണ്ഡ് റീജിയനിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട്, വാട്ടർ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് ഇവിടേക്ക് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ തകർന്നു പോകരുത്. സോ കെൻ ബേറ്റ്വ റിവർ വാട്ടർ ലിങ്കിങ് ഇറ്റ്സ് അണ്ടർ ദ കൺട്രോൾ. സോ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. യു ഷുഡ് നോ അബൌട്ട് ദിസ്. ആൻഡ് പ്രൊജക്ട്സ് ട്രേഡ് ഹെൽപ്പ് സസ്റ്റെയിൻ ടൈസ് വിത്ത് അവർ നെയ്ബേഴ്സ്. ജയശങ്കർ പറയുന്നതാണ്. അവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മനീഷ് തിവാരി MP എന്തോ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, നമുക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നെയ്ബേഴ്സ് ആയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരായിട്ടുള്ള ട്രേഡാണ്, നമുക്ക് അവരായിട്ടുള്ള പ്രൊജക്ടുകളും പല പ്രൊജക്ടുകളും നമുക്ക് അവരായിട്ടുള്ള ട്രേഡാണ് ഈ രാജ്യങ്ങളായിട്ട് നമ്മൾ തമ്മിൽ നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നത്. സോ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് മാലദ്വീപ്സ്, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇതെല്ലാം ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് ആണ്. സോ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് വി ആർ വെരി ഹാപ്പി, നമ്മൾ നല്ല ട്രേഡും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇവരെ നല്ല നല്ല പാർട്ട്നേഴ്സ് ആയിട്ട് നിലനിർത്തുന്നത് എന്നുള്ള വാർത്തയാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദാറ്റ് ന്യൂസ്. ആൻഡ് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ശ്രീലങ്കൻ പ്രസിഡന്റ് ടു ബിഗിൻ ഹിസ് 3-day വിസിറ്റ് ഇന്ത്യ ടുമോറോ. സോ ഡെഫിനറ്റ്ലി ഇന്ത്യ ശ്രീലങ്ക വിസിറ്റ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ആദ്യം സംസാരിക്കുന്നത് ശ്രീലങ്കയുടെ ഇഷ്യൂസ് തന്നെയായിരിക്കും. ശ്രീലങ്ക ഈസ് ഹാവിംഗ് യൂസ് ടു ഹാവ്. ഇപ്പൊ എന്തായാലും പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ, ദിസനായകെ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാലും ശ്രീലങ്കയ്ക്ക് എക്കണോമിക്കലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഡെഫിനറ്റ്ലി സപ്പോർട്ട് തേടുന്നുണ്ടാവും. പിന്നെ ഒരുപാട് ഫണ്ടിങ്, ഇന്ത്യ ഒരുപാട് ഫണ്ട് ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയ്ക്ക് വേണ്ടി, അതൊരു ചർച്ചയാവും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ മാരിടൈം ഇഷ്യൂസ്, നമ്മുടെ ഫിഷർമാൻ ഇഷ്യൂസ്, ശ്രീലങ്കൻ നേവി നമ്മുടെ ഇന്ത്യൻ ഫിഷർമാൻ ആൾക്കാരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ചർച്ച ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്നതിനകത്ത് പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും ഇന്ത്യ ശ്രീലങ്ക ബയലാറ്ററൽ ട്രൈ വരുന്നത്. അതേപോലെ തന്നെ അദാനി വിൽ ബി എ ഡിസ്കഷൻ, ബിക്കോസ് അദാനിയുടെ വലിയ പ്രൊജക്ട് ശ്രീലങ്കയിൽ നടക്കുന്നുണ്ട്. സോ ദാറ്റ് വിൽ അഗൈൻ ബി എ വെരി ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും കൂടുതലും ചർച്ച ചെയ്യുന്നതാണെന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. That's it. And Subbulakshmi's name can be used for prize to be given to TM കൃഷ്ണ. ഇതിന്റെ കഥ വേറൊന്നുമില്ല. ഓൾറെഡി അവാർഡ് കൊടുത്തിട്ടുണ്ട്. TM കൃഷ്ണ, വെരി ഫേമസ് ക്ലാസിക്കൽ സിംഗർ, ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു സംഗീത കലാനിധിയാണെന്നാണ് അതിന്റെ പേര്. അവാർഡിന്റെ പേര് സംഗീത കലാനിധി അവാർഡ് ഉണ്ട്. അപ്പൊ എന്തായാലും ഹിന്ദു ന്യൂസ് പേപ്പർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് TM കൃഷ്ണയ്ക്ക് അവാർഡ് കൊടുക്കുന്നത്. വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. TM കൃഷ്ണയ്ക്ക് ഈ ട്രസ്റ്റും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവാർഡ് കൊടുത്തു. ഈ അവാർഡ് കൊടുത്തപ്പോ ഇതിൽ ഒരു അവാർഡിന്റെ പേര് MS സുബ്ബലക്ഷ്മി അവാർഡാണ്. അപ്പൊ ഈ അവാർഡ് ഇപ്രാവശ്യം TM കൃഷ്ണയ്ക്ക് കൊടുത്തപ്പോൾ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ബ്രാഹ്മണനല്ല, ഇദ്ദേഹം അങ്ങനത്തെ കുറെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. MS സുബ്ബലക്ഷ്മിയുടെ അവാർഡ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കീഴ്ക്കോടതി, ലോവർ കോടതി ഓൾറെഡി ഇതിനകത്ത് വാദിച്ചിട്ടുണ്ടായിരുന്നു. MS സുബ്ബലക്ഷ്മിയുടെ ഗ്രാൻഡ്സൺ ഇവിടെ വന്നു. ഇപ്പുറത്തെ സൈഡിൽ ഗ്രാൻഡ്സൺ ഉണ്ട്. ഗ്രാൻഡ്സൺ പറയുന്നത് അവരുടെ ഗ്രാൻഡ് മദർ ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ പേരിലുള്ള ഒരു മെമ്മോറിയലും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു വില്ലുണ്ട്. അത് വെച്ച് TM കൃഷ്ണയ്ക്ക് MS സുബ്ബലക്ഷ്മി അവാർഡ് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ പേര് MS സുബ്ബലക്ഷ്മി എന്ന് പാടില്ല. ഇവിടെ മദ്രാസിന്റെ ഡിവിഷൻ ബെഞ്ച്, മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇവിടെ പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു. TM കൃഷ്ണയ്ക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യാം. ആ അവാർഡ് കൊടുക്കുമ്പോൾ സുബ്ബലക്ഷ്മി എന്ന് പേരും വെക്കാം. കാരണം അവരുടെ ഗ്രാൻഡ് മദറിന്റെ പേരിൽ മെമ്മോറിയൽ ഉള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, ഒരു അവാർഡല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രാൻഡ്സണിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഇപ്രാവശ്യത്തെ അവാർഡ് വന്നപ്പോഴാണല്ലോ, TM കൃഷ്ണയ്ക്ക് കൊടുക്കുമ്പോഴാണല്ലോ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഇതിനു മുന്നേ MS സുബ്ബലക്ഷ്മി അവാർഡ് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ, അപ്പോഴെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തെന്നൊരു ചോദ്യം അങ്ങോട്ട് ഇട്ടിട്ട് അവാർഡ് കൊടുത്തോളാൻ പറഞ്ഞു. സോ ഹൈക്കോടതി ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തിരിക്കുകയാണ്. സോ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. സുപ്രീം കോടതിയിൽ ഇതിന്റെ അപ്പീൽ പോയി, പക്ഷെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേട്ടില്ല, ഇത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആദ്യം ഇത് അവാർഡ് കൊടുക്കട്ടെ, അവാർഡ് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം, സുപ്രീം കോടതി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, അവാർഡ് കിട്ടിയിട്ട് അദ്ദേഹത്തിനും അവാർഡിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാന്നില്ലേ. സുപ്രീം കോടതിയും അങ്ങനെ ഒരു തീരുമാനമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാശ്മീരിലെ അഗെയിൻ ഇറ്റ്സ് ചീഫ് മിനിസ്റ്റർ വെസസ് ലഫ്റ്റനന്റ് ജനറലിന്റെ ഒരു ഇഷ്യൂ തന്നെയാണ്.
ഇവിടെ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റീസിലെ വൈസ് ചാൻസലർമാർ, ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, 2 വൈസ് ചാൻസലർമാരെ യൂണിവേഴ്സിറ്റി, അതായത് അവരുടെ അപ്പോയിന്റ്മെന്റും ടേംസും വൈസ് ചാൻസലർമാരുടെ ടേമിലും കാര്യത്തിലും നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കശ്മീരിൽ ചീഫ് മിനിസ്റ്റർ ഇസ് ദ പ്രോ ചാൻസലർ. ചീഫ് മിനിസ്റ്റർ ഇസ് ദ പ്രോ ചാൻസലർ ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും അറിയാം ചാൻസലർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഗവർണറാണ്. ചീഫ് മിനിസ്റ്റർ ഇസ് ദ പ്രോ ചാൻസലർ, അത് ഡെഫിനറ്റ്ലി ചീഫ് മിനിസ്റ്റർ ആണ്. പിന്നെ താഴെയുള്ള വൈസ് ചാൻസലർമാരും അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ചീഫ് മിനിസ്റ്ററിന്റെ കൺസൾട്ടേഷൻ ഡെഫിനറ്റ്ലി വേണമായിരുന്നു. പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് മിനിസ്റ്ററിന്റെ കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ തന്നെ വൈസ് ചാൻസലർമാരുടെ ടേമും കാര്യങ്ങളും തീരുമാനം എടുത്തപ്പോൾ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഇതൊക്കെയാണ് ചീഫ് മിനിസ്റ്റർ ലഫ്റ്റനന്റ് ഗവർണർ തല്ലിവിടുന്ന പ്രധാന കാര്യം. സോ ദിസ് ഇസ് നോട്ട് റൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിൽ വാർത്ത വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ തമിഴ്നാടിന് ഡിസാസ്റ്റർ ഫണ്ട് പോരാന്നാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഡിസാസ്റ്റർ ഫണ്ട് പോരാ. ഇപ്പൊ തമിഴ്നാട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ തമിഴ്നാടുണ്ട്, ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് തമിഴ്നാടിന് കൊടുക്കുന്ന ഫണ്ട് ഉണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആണെങ്കിലും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആണെങ്കിലും എന്തെങ്കിലും കലാമിറ്റി വന്നാൽ സെൻട്രൽ തമിഴ്നാടിന് കൊടുക്കുന്ന ഫണ്ട് പോരാ, അത് വളരെ ഇൻസഫിഷ്യന്റ് ആണെന്നാണ് തമിഴ്നാട് പറയുന്നത്. അതിനുവേണ്ടി തമിഴ്നാട് ഗവൺമെന്റ് സ്റ്റാലിൻ ഒരുപാട് ചർച്ചകൾ നടത്തി, കുറെ IAS ഇത് പഠിക്കാൻ വിട്ടു, കറക്റ്റ് ആണ്. എന്നിട്ട് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നതാണ് ഇറ്റ് ഇസ് നോട്ട് സഫിഷ്യന്റ്, ഇറ്റ് ഇസ് മണി സഫിഷ്യന്റ് അല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതൊരു വാർത്ത. കേരളത്തിന്റെ വയനാട് ഫണ്ട് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സോ പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ ടു ദി അതർ ഇമ്പോർട്ടന്റ്. പിന്നെ സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഒരു കർഷകന്റെ കാര്യം പറയുന്നുണ്ട്. 17 ദിവസം നിരാഹാരമാണ്, ഫാസ്റ്റ് അൺ ടു ഡെത്ത് ആണ്. അപ്പൊ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പഞ്ചാബ് ഗവൺമെന്റിനോടും സെന്ററിനോടും പറയുന്നുണ്ട് മെഡിക്കൽ ഹെൽപ്പ് പഞ്ചാബ് ഫാർമർ ജഗ്ജീത് സിംഗ് ദല്ലേവാലിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, ഹീസ് ഡൈങ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു വാർത്തയാണ് ഇവിടെ വരുന്നത്. ആൻഡ് അടുത്ത ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാർത്ത, പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള വാർത്തയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. കേസ് വരെയല്ല, കൊടുത്തിരിക്കുന്ന ആള് സുൽത്താന ബേഗമാണ്. സുൽത്താന ബേഗം കൊടുത്ത കേസ് അനുസരിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർക്ക് അവകാശപ്പെട്ട ഒരു സംഭവം അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, റെഡ് ഫോർട്ട് ആണ് ചോദിക്കുന്നത്. റെഡ് ഫോർട്ട് എങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. കാരണം അവര് മുഗൾ എംപറർ, ലാസ്റ്റ് മുഗൾ എംപറർ ബഹാദൂർ ഷാ സഫറിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺന്റെ ഭാര്യയാണ് മിർസ മുഹമ്മദ് ബെദാർ ഭക്തിന്റെ വൈഫാണെന്നാണ് പറയുന്നത്. സോ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ബഹാദൂർ ഷാ സഫർ മോഡേൺ ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് അവസാനം 1857 റിവോൾട്ടിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ സപ്രഷന്റെ ഭാഗമായിട്ട് ബഹാദൂർ ഷാ സഫറിനെ ഡൽഹിയിൽ കൊണ്ടുപോയി ഖൂണി ദർവാസയിൽ കൊണ്ടുപോയി ഇവരെ ഹുമൈൻസ് ടോംബ് എന്ന് വിളിച്ചിരുന്ന പിടിച്ചെടുത്ത് ഇവരെ കൊന്നു കളഞ്ഞു. ബ്രിട്ടീഷ് മേക്ക് ഷുവർ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ബ്രിട്ടീഷുകാരെ തപ്പി പിടിച്ച് കൊന്നു കളഞ്ഞു. ഇനി മുഗൾ എന്ന് പറയുന്ന ഒരു നെയിം, ഒരു സിമ്പല് പാടില്ല, അല്ലെങ്കിൽ ആൾക്കാരെ മുഗൾ എന്ന് പറയുമ്പോൾ വലിയ സംഭവം, അതിനുള്ള എല്ലാ ആൾക്കാരെയും കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് കുറെ ആൾക്കാർ രക്ഷപ്പെട്ടു. അവരുടെ നെക്സ്റ്റ് ജനറേഷൻ മുഗൾസ് എന്ന് അവകാശപ്പെടുന്ന സുൽത്താന ബേഗമാണ് പറയുന്നത് റെഡ് ഫോർട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നില്ല, അത് അവരുടെ ഫാമിലി പ്രോപ്പർട്ടിയാണ്, റെഡ് ഫോർട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. എന്തായാലും അതെന്താവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നില്ലേ. സോ അതാണ് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സുപ്രീം കോർട്ട് ഗ്രാൻഡ്സ് ബെയിൽ ടു എക്സ് മിനിസ്റ്റേഴ്സ് ബട്ട് ഡിഫേഴ്സ് ഇംപ്ലിമെന്റേഷൻ. ഇത് വേറൊന്നുമല്ല, പാർത്ഥ ചാറ്റർജി വെസ്റ്റ് ബംഗാളിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. വെസ്റ്റ് ബംഗാളിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. ഇദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ക്യാഷ് ഫോർ സ്കീം പൈസ വാങ്ങിച്ച് ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് നടത്തി. അൺഡിസർവിംഗ് ആൾക്കാർക്ക് ജോലി കൊടുത്തു. ഏകദേശം പരീക്ഷയൊക്കെ എഴുതി ഡിസർവിംഗ് ആയിട്ടുള്ള 50,000 ആൾക്കാരുടെ ജോലിയാണ് ഇദ്ദേഹം കാണുന്നത് കൈക്കൂലി വാങ്ങിച്ചിട്ട്. അപ്പൊ അതിനെതിരെ സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. സോ ഇത് മണി ലോണ്ടറിംഗ് കേസ്, ഒരുപാട് കേസുകൾ ഓൾറെഡി പോകുന്നുണ്ട്. അപ്പൊ ഇത് വേണ്ടത്ര തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് ഇത് കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. പിന്നെ മഹാകുംഭ് ഒരു വലിയ സംഭവമായിരിക്കും എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് യു ഷുഡ് നോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന കാര്യമാണ് 30 people drowned. ഇതൊരു പ്രധാന ആർട്ടിക്കിളും കൂടാണ്. കാരണം ഡ്രൗണിങ്, നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയുമോ? സ്വിമ്മിങ് എനിക്കും അറിയില്ല, പക്ഷെ എന്നാലും അതൊരു വലിയ ചലഞ്ചാണ്, വലിയൊരു കുറവാണ്. ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് തിങ്. സ്വിമ്മിങ് പഠിക്കണം. കാരണം ഇതിൽ പറയുന്നുണ്ട് എല്ലാ മണിക്കൂറും 30 പേരാണ് മുങ്ങി മരിക്കുന്നത്. Can you believe every hour 30 people die only because they do not know swimming?
സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് മുങ്ങി മരിക്കുകയാണെന്നാണ് തിയറി പറയുന്നത്. അപ്പൊ ഏകദേശം 2021 തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ലക്ഷം പേരാണ് മുങ്ങി മരിച്ചത്. അപ്പോ ഇത് വലിയൊരു ചലഞ്ച് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ മുങ്ങുന്നതിൽ കുറെ ആൾക്കാർ മരിക്കുന്നുണ്ട്. ആൻഡ് ഈ മരണത്തിന്റെ നോക്കുകയാണെങ്കിൽ 92% മരണങ്ങളും മിഡിൽ ആൻഡ് ലോ ഇൻകം രാജ്യങ്ങളിലാണ് നടന്നിരിക്കുന്നത്. മിഡിൽ ആൻഡ് ലോ ഇൻകം രാജ്യങ്ങളിലാണ് ഈ മരണങ്ങൾ കംപ്ലീറ്റ്ലി നടക്കുന്നത്. അപ്പൊ എവിടെയൊക്കെയോ നമ്മുടെ റിസോഴ്സും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പല മുങ്ങി മരിക്കുന്ന പലതും അൺഅക്കൗണ്ടഡ് ആണെന്നും പറയുന്നുണ്ട്. ഇറ്റ്സ് അൺഅക്കൗണ്ടഡ്. കാരണം കലാമിറ്റി ഉണ്ടായി, ഫ്ലഡ് വന്നു, അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങൾ മരിക്കുന്നില്ലേ, കുറെ ആൾക്കാർ അതിൽ മുങ്ങി പോകുന്നുണ്ട്, അങ്ങനെ മുങ്ങി മരിക്കുന്നുണ്ട്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡേറ്റ ഇൻഅക്യുറേറ്റ് ആണ്. പക്ഷെ എന്നാലും ഒത്തിരി ആൾക്കാർ മുങ്ങി മരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് സിവിൽ സർവീസിന്റെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് വാട്ട് ഇസ് WHO. WHO അല്ല, വാട്ട് ഇസ് WHA? WHA 76.18 റെസൊല്യൂഷൻ. പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ പ്രിലിംസിൽ ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ WHA 76.18 റെസൊല്യൂഷൻ? ഇതെന്ന് പറയുന്നത് ഡ്രൗണിങ്ങിനെ കുറിച്ചിട്ടാണ്. മുങ്ങി മരിക്കുന്നതും ഡ്രൗണിങ്ങിനെ കുറിച്ചിട്ടുള്ള റെസൊല്യൂഷൻ ആണ്. ഈ WHO എന്ന് പറഞ്ഞാൽ WHO വേറൊന്നുമല്ല, WHO-ന്റെ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് അസംബ്ലിയാണ്. WHO-ന്റെ അസംബ്ലി തന്നെയാണ് WHA, വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. മറ്റേത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇതിൽ എടുത്ത റെസൊല്യൂഷൻ ആണ് WHO-യുടെ 76.18 എന്ന് പറയുന്നത്. ഡ്രൗണിങ്ങിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട റെസൊല്യൂഷൻ ആണെന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. You can take a look at this. World Health Resolution 76.18 funded by Bloomberg Philanthropists. ഡ്രൗണിങ്ങിനെ കുറിച്ചാണ് ഇത് ചർച്ച വരുന്നത്. So know about this article. കുട്ടികളിൽ ഒരുപാട് മരണങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. Including report found that while drowning deaths declined since 2000, the progress has been uneven. മരണം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, it has declined. പക്ഷെ എന്നാലും നമ്മൾ കുട്ടികൾ വളരെ റിസ്കിലാണെന്നാണ് പറയുന്നത്. ചിൽഡ്രൻ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസ്ക് കാറ്റഗറി. അപ്പൊ ഡെഫിനറ്റ്ലി നീന്താൻ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെയുണ്ട്. സോ മൂവിംഗ് ഓൺ, എക്കണോമിക്സ് പേജ് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് ഇന്റർനാഷണൽ പേജ് നോക്കുകയാണെങ്കിൽ ഇറാൻ, ഇതൊരു ഇമ്പോർട്ടന്റ് വാർത്തയാണ്. Iran agrees to more monitoring at Fordow enrichment plant. So very important. Where is this Fordow enrichment plant? ഇത് ഇറാന്റെ പ്ലാന്റ് ആണ്. കണ്ടോ എന്ത് വലിയ ഏരിയ ആണെന്നുണ്ടോ. ഇവിടെയാണ് ന്യൂക്ലിയർ റിയാക്ടർ പ്ലാന്റ് ഉള്ളത്. ഓൾറെഡി നമുക്കറിയാം ഇറാൻ ന്യൂക്ലിയർ പവറിന് വേണ്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇറാൻ സമ്മതിക്കുകയും ചെയ്തു, നിങ്ങൾ മോണിറ്റർ ചെയ്തൊന്നില്ലേ, ഞങ്ങൾ പീസ്ഫുൾ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സോ ഈ പ്ലാന്റിൽ ഫോർദോ പ്ലാന്റ് എന്ന് പറയുന്നത് ഇറാന്റെ അടുത്തൊരു മൗണ്ടൻ സിറ്റി ആണ്. ദ മൗണ്ടൻ സിറ്റി ഓഫ് കോം. എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, അവിടുത്തെ സിറ്റിയുടെ പേരാണ് കോം. മൗണ്ടൻ സിറ്റി ഓഫ് കോമിലാണ് ഈ പ്ലാന്റ് ഉള്ളത്. ഇവിടെയാണ് യുറാനിയം എൻറിച്ച്മെന്റ് നടക്കുന്നത്. ഒരുപാട് സെൻട്രിഫ്യൂഗ് ഉണ്ട് ഇവിടെ. സെൻട്രിഫ്യൂജിനാണല്ലോ എൻറിച്ച്മെന്റ് പ്രോസസ് ഭയങ്കര സ്പീഡപ്പ് ചെയ്യുന്ന വലിയ വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. യുറാനിയം എൻറിച്ച്മെന്റ് നടക്കുന്ന സ്ഥലമാണ് ഫോർദോ എൻറിച്ച്മെന്റ് പ്ലാന്റ്. സോ ന്യൂക്ലിയർ അത് ഇറാന്റെ ആണെന്നുള്ളത് ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫോർദോ. പിന്നെ UN മോണുമെന്റ് നശിപ്പിച്ചു കുറെ സ്ത്രീകള്, ആന്റി റഷ്യൻ പ്രൊട്ടസ്റ്റേഴ്സ് ആണ്. അവര് ടോപ്ലെസ് ആയിട്ട് ന്യൂഡായിട്ട് വന്ന് മൊത്തം UN മോണുമെന്റ് അടിച്ചു പൊളിച്ചു എന്നാണ് കേസ്. പിന്നെ ക്രെംലിൻ പ്രൈസസ് ട്രംപ്, പൗണ്ട്സ് യുക്രൈൻ ഇൻ മാസീവ് ഏരിയൽ അറ്റാക്ക്. മോസ്കോ അറ്റാക്ക് വാസ് അറ്റ് യൂസ് ഓഫ് 80 ACMS മിസൈൽ. ഈ മിസൈൽ സിസ്റ്റം എന്താന്ന് വെച്ചാൽ റഷ്യക്കെതിരെ, ഇത് പ്രധാനമായിട്ടും റഷ്യയും യുക്രൈനും ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം യുക്രൈന്റെ കയ്യിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ല. യുക്രൈൻ കംപ്ലീറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നത് US-ഉം യൂറോപ്യൻ രാജ്യങ്ങളുടെ സപ്പോർട്ടോടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് മിസൈൽ എന്നിട്ട് ചെറിയ രാജ്യങ്ങൾ. റഷ്യ ഇസ് എ മാസീവ് ജൈന്റ്. റഷ്യയുടെ കൂടെ ഈ രാജ്യങ്ങൾക്കെല്ലാം റഷ്യയായിട്ട് ഓപ്പൺ ഫൈറ്റിന് പോകാനും പേടിയാണ്, അല്ലെങ്കിൽ താല്പര്യമില്ല. ഇനി ഒരു വേൾഡ് വാർ വേണ്ടെന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും ഫൈറ്റ് ചെയ്യുമ്പോൾ യുക്രൈൻ റഷ്യൻ അടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ US, യൂറോപ്പ്, മറ്റു രാജ്യങ്ങൾ എല്ലാവരും യുക്രൈനെ സപ്പോർട്ട് ചെയ്യാണ്. തോക്ക്, ഗണ്ണ്, ആർമറി, മെഷീൻ. ഈ അടുത്ത് അമേരിക്ക തന്നെ കൊടുത്തതാണ് ഈ മെഷീൻ. ദി ATACMS മിസൈൽസും ഇത് തന്നെയാണ് കൊടുത്തത്. സോ ട്രംപ് ഇതിനകത്ത് പറയുന്നുണ്ട് യൂസിംഗ് ദ വെപ്പൺസ് it would respond to key use of missiles, and then praised Trump, who said using the weapons to beat Russia was a foolish idea. ട്രംപ് പറയുന്നത് ഞങ്ങൾ ഈ മിസൈൽ തന്നത് നിങ്ങളുടെ റെസ്ക്യൂവിന് വേണ്ടിയാണ്, നിങ്ങൾ റഷ്യ അറ്റാക്ക് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഫൂളിഷ് ഐഡിയ ആണെന്നാണ്. സോ നിങ്ങൾ ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മതി. ഈ കാണുന്ന രാജ്യങ്ങൾക്കൊന്നും റഷ്യയായിട്ട് ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് യുക്രൈനെ മുന്നിൽ നിർത്തി അവർ കളിക്കുകയാണ്. They are funding Ukraine to fight against Russia. പക്ഷെ അവർ നോക്കുമ്പോൾ റഷ്യ നോക്കുമ്പോൾ ഇവര് ഡയറക്ട് ഫൈറ്റിന് വന്നിട്ടുമില്ല. ഇതാണല്ലോ ഗെയിം.
ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് ഗെയിം കളിക്കുന്നതാണ് അവര്. സോ ഇതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മെയിനായിട്ടുള്ള ഇത്ര വാർത്തകൾ തന്നെയേ ഉള്ളൂ. ഓക്കെ, സോ ഇത്ര വാർത്തകളേ ഉള്ളൂ. സോ കീപ് listening to IAS Factor and subscribe to the channel and share it with your friends. This is Arjun R. Shankar. അടുത്ത വാർത്തയിൽ നമുക്ക് കാണാം. Okay, thank you.